ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് കൂടിയും ഇത് നല്ല ഇഷ്ടപ്പെടും. ഞാനിവിടെ ഒരു വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം. ഇത് ഇനി ചെറുതായി മുറിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കനം കുറച്ച് ഈ ഒരു രീതിയിലാണ് ഞാനിത് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാതും ഇതേപോലെ ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നുറുക്കി വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയിട്ട് ഇതിങ്ങനെ തന്നെ കുറച്ച് നേരം വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. വഴുതനങ്ങ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായി മൊരിഞ്ഞ് വരണം. വഴുതനങ്ങ കുഴഞ്ഞു പോവാതെ നന്നായി ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ കൂടുതൽ ചേർത്തത്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. ഇപ്പം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ വഴുതനങ്ങ ഫ്രൈ ചെയ്തതെല്ലാം ഞാനിവിടെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഇവിടെ ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ എടുക്കുന്നത്. ഈ സവാളയുടെ പകുതി നമുക്ക് ഈ വഴുതനങ്ങ വറുത്ത ചട്ടിയിലേക്ക് തന്നെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും കൂടിയും അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില അതും കൂടിയും ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. സവാള നന്നായി വാടി വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടിയും ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. പുളി അധികം ഇല്ലാത്ത തൈരാണ് വേണ്ടത്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തൈരും വഴുതനങ്ങയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ തൈരും വഴുതനങ്ങയും കൂടി നന്നായി മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് സവാള ഇവിടെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. തൈരും ഈ വഴുതനങ്ങയും സവാളയും എല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവരും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.